വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്ത. പാലായിൽ മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് മാണി സി കാപ്പൻ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശം. കേന്ദ്ര നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം നാളെയെന്ന് TP പീതാംബരൻ. ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ഉറപ്പാക്കാൻ AK ശശീന്ദ്രന്റെ ശ്രമം. LDF സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. സീറ്റ് വിഭജനത്തിൽ നീക്കുപോക്കുകളാകാമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ CPI. സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആരോഗ്യവകുപ്പിന് കീഴിലെ KHWRS-ലും താത്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. വനംവകുപ്പിൽ 20 വർഷമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. തീരുമാനം മനുഷ്യത്വപരമെന്ന് മന്ത്രി EP ജയരാജൻ. കേരള ബാങ്കിലെ താത്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തെ എതിർത്ത് അഡീഷണൽ സെക്രട്ടറി. നീക്കം സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും കേരള ബാങ്ക് CEOയ്ക്ക് കത്ത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. യുവമോർച്ച മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രിയുടെ പോലീസ് മാധ്യമ ഉപദേഷ്ടാക്കളുടെ സേവനം അവസാനിപ്പിച്ചു. രമൺ ശ്രീവാസ്തവയുടെയും ജോൺ ബ്രിട്ടാസിന്റെയും കാലാവധി മാർച്ച് 1 വരെ. മാർച്ച് 1-ന് സേവനം അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. KV തോമസ് KPCC വർക്കിംഗ് പ്രസിഡന്റ്. KPCC നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. അഡ്വക്കേറ്റ് KV ശ്രീധരനെ KPCC വൈസ് പ്രസിഡന്റായും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നിയമിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് KV തോമസ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി PJ ജോസഫ്. ഒരുമിച്ച് നിന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പെന്നും PJ ജോസഫ്. ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി കാർഷിക നിയമങ്ങൾക്കെതിരെ സംസാരിച്ചതിൽ പ്രതിഷേധവുമായി ഭരണപക്ഷം. ചട്ടലംഘനമെന്ന ആരോപണം. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉത്തരാഖണ്ഡിലെ ചമോലിയിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 36ആയി. 10 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇനി കണ്ടെത്താനുള്ളത് 204 പേരെ. തപോവനിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഋഷിഗംഗാ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരം ഒഴികെയുള്ള ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മാത്രം ഉത്സവങ്ങൾ കഴിക്കാമെന്ന് വനംവകുപ്പ്. ആഴ്ചയിൽ പരമാവധി 2 ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാം. ഓരോ പരിപാടിക്കിടയിലും 2 ദിവസത്തെ ഇടവേള വേണമെന്നും നിർദ്ദേശം. നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA ജയിൽ മോചിതനായി. പുറത്തിറങ്ങുന്നത് 3 മാസത്തെ ജയിൽവാസത്തിനു ശേഷം. തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് MC കമറുദ്ദീൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും MC കമറുദ്ദീൻ. സംസ്ഥാനത്ത് 5281 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 71,000-ലധികം സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി 7.37%. 16 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 3936ആയി. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യം റദ്ദാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് വിജിലൻസ് കേസിലെ പരാതിക്കാരൻ ഗിരീഷ് ബാബു. ആരോഗ്യസ്ഥിതി മോശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പരാതിക്കാരൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടിയ ഇബ്രാഹിം കുഞ്ഞ് പൊതുപരിപാടികളിൽ സജീവം. ടൈറ്റാനിയം കമ്പനിയിൽ നിന്ന് കടലിലേക്ക് ഫേണസ് ഓയിൽ എത്തിയ ഓട അടച്ചു പ്രദേശവാസികൾ. കമ്പനി പ്രതിനിധികളുമായി തിരുവനന്തപുരം തഹസിൽദാറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിച്ചാലും ഇനി മാലിന്യങ്ങൾ കടലിലേക്ക് എത്തില്ലെന്ന് ഉറപ്പ് വേണമെന്ന് പ്രദേശവാസികൾ. കണ്ണൂർ തലശ്ശേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് ഗോപാൽപേട്ട സ്വദേശിനി ശ്രീധരി. സംഭവത്തിൽ ഗോപാൽപേട്ട സ്വദേശി ഗോപാലകൃഷ്ണൻ അറസ്റ്റിൽ. ശ്രീധരിയെ കൊലപ്പെടുത്തിയത് തലയ്ക്കടിച്ചെന്ന് പോലീസ്. കേരള കോൺഗ്രസ് M ചെയർമാനായി ജോസ് കെ മാണിയെ തെരഞ്ഞെടുത്ത നടപടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. പാർട്ടി ചെയർമാനായി ജോസ് കെ മാണിയെയും മറ്റ് ഭാരവാഹികളെയും അംഗീകരിച്ചതിന്റെ വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിതുര പെൺവാണിഭ കേസിൽ 1-ാം പ്രതി സുരേഷ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവ് പറഞ്ഞത് 24 കേസുകളിൽ 1-ൽ. മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് NSS. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. മുന്നാക്ക സമുദായ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യം. M ശിവശങ്കറുടെ ജാമ്യം റദ്ദാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സുപ്രീം കോടതിയിൽ ഹർജി. ജാമ്യം അന്വേഷണത്തെ ബാധിക്കുന്നുവെന്ന് ED. നടപടി. ഡോളർ കടത്ത് കേസിൽ ജാമ്യം അനുവദിച്ച ഉത്തരവ് ചോദ്യം ചെയ്ത്. മലപ്പുറത്ത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്റെ വീട്ടിൽ ED പരിശോധന. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കരമന കളിയിക്കാവിള ദേശീയപാതയുടെ 2ാം ഘട്ടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. നിർമ്മാണം പൂർത്തിയായത് ബാലരാമപുരം മുതൽ കൊടിനട മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള 5 കിലോമീറ്റർ പാത. നിർമ്മാണ ചെലവ് 112 കോടി രൂപ.
സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന പ്രതിഭകൾക്കായി പുരസ്കാരവുമായി 24. 11 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ അർഹരെ തെരഞ്ഞെടുക്കാൻ പ്രേക്ഷകർക്കും അവസരം. 24news.com/voting സന്ദർശിച്ച് പ്രേക്ഷകർക്കും വോട്ട് രേഖപ്പെടുത്താം. SPCയുടെ ഓൺലൈൻ വിദ്യാഭ്യാസ ആപ്പായ പ്രാണ ഇൻസൈറ്റ് ലോഞ്ച് ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ N. പ്രശാന്ത് IAS മൊബൈൽ ആപ്പ് പുറത്തിറക്കി. SPC ചെയർമാൻ NR ജയ്മോൻ, MD റിയാസ് കടവത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജീമോൻ പുല്ലേലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിനിമ, നൃത്തം, സംഗീതം, ചിത്രരചന, കുക്കിംഗ്, പ്ലംബിംഗ്, മാജിക്, ടാലി, അനിമേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ അറിവ് നേടാനുള്ള സൗകര്യമാണ് ആപ്പിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ഈ മേഖലകളിൽ പ്രഗത്ഭരായവർ ഓൺലൈനിലൂടെ ക്ലാസുകൾ എടുക്കും. ദേശീയ വാർത്തകൾ. സ്വകാര്യ ക്രിപ്റ്റോ കറൻസി നിരോധിച്ചുകൊണ്ടുള്ള ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. പകരം റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി കൊണ്ടുവരും. നിയമനിർമ്മാണ നടപടി ബജറ്റിലെ പ്രഖ്യാപനത്തിന് പിന്നാലെ. സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. IT നിയമം ഭേദഗതി ചെയ്യുമെന്ന് കേന്ദ്രം. നിയമത്തിലെ പിഴവുകൾ തിരുത്തി നിയമം കൂടുതൽ കർശനമാക്കുമെന്ന് സർക്കാർ പാർലമെന്റിൽ. കോവിഡ് നിയന്ത്രണത്തിന് മറുപടിയുമായി മഹാരാഷ്ട്ര. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ. വിമാനമാർഗമോ ട്രെയിൻ മാർഗമോ എത്തുന്നവർ 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധനാ ഫലം നൽകണം. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സേനാ പിന്മാറ്റം തുടങ്ങിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2020 ഏപ്രിലിന് ശേഷമുള്ള നിർമ്മാണങ്ങൾ നീക്കും. ഇന്ത്യ 1 ഇഞ്ച് മണ്ണ് പോലും വിട്ടു നൽകില്ലെന്ന് രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ. ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് ട്രാക്ടർ റാലിക്കിടെ സംഘർഷത്തിൽ മരിച്ച കർഷകന്റെ കുടുംബം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം. നവ്രീതിന്റെ മരണത്തിൽ പോലീസ് വിശദീകരണം തൃപ്തികരമല്ലെന്ന് കുടുംബം. ട്രാക്ടർ മറിഞ്ഞുള്ള അപകടമെന്ന വാദത്തിൽ ഉറച്ചു ഡൽഹി പോലീസ്. മാനസ വാരണാസി മിസ് ഇന്ത്യ. തെലങ്കാന സ്വദേശിയായ മാനസയെ വിജയിയായി പ്രഖ്യാപിച്ചത് ബുധനാഴ്ച രാത്രി നടന്ന മത്സരത്തിനൊടുവിൽ. ഹരിയാന സ്വദേശിനി മണിക ഷിയോഖണ്ഡ് മിസ് ഗ്രാൻഡ് ഇന്ത്യ. ഉത്തർപ്രദേശ് സ്വദേശിയായ മന്യ സിംഗ് റണ്ണേഴ്സ് അപ്പ്. യമുനാ നദിയുടെ ഓക്സിജൻ ലെവൽ നിശ്ചിത പരിധിയേക്കാൾ വളരെ താഴെയെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. യമുനയിലേക്ക് പ്രവഹിക്കുന്ന 100ഓളം ഓവുചാലുകൾ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ. ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം യമുനാ നദിയിലേക്ക് തള്ളുന്നതെന്നും റിപ്പോർട്ട്. അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ചർച്ചയായി ഇന്ത്യയിലെ കർഷക സമരം. ഡെയിലി ഷോയിൽ അമേരിക്കൻ ഹാസ്യതാരം ട്രെവേർ നോഹ കർഷക സമരത്തെക്കുറിച്ച് സംസാരിച്ചത് 8 മിനിറ്റ്. കർഷക സമരം പരിഹരിക്കപ്പെടാതെ നീളുന്നത് എന്തുകൊണ്ടെന്ന് ട്രെവേർ. വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗം ബാധിച്ച് മരിച്ചത് 2072 പേർ. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ മരിച്ചത് സൗദി അറേബ്യയിൽ. മരണസംഖ്യ 906. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടി. പുതുതായി 25,000 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി അനുവദിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. ജാമ്യം ലഭിച്ച് പുറത്തു പോകുന്ന എല്ലാ തടവുകാർക്കും കോവിഡ് വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താത്പര്യ ഹർജി. ഹർജി സമർപ്പിച്ചത് അഭിഭാഷകരായ അഭിലാഷ ശ്രവട്ട്, രാഹുൽ ശർമ്മ, ദീപക് ഗായ് എന്നിവർ. പണത്തട്ടിപ്പ് കേസിൽ രാജ് കപൂറിന്റെ ചെറുമകനും ബോളിവുഡ് താരവുമായ അൽമാൻ ജെയിനിന് എൻഫോഴ്സ്മെന്റ് നോട്ടീസ്. ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് ടോപ്സ് ഗ്രൂപ്പ് കേസുമായി ബന്ധപ്പെട്ട്. മധ്യപ്രദേശിലെ ബേട്ടനിൽ ചിത്രീകരിക്കുന്ന കങ്കണ റണാവത്ത് ചിത്രം ദാഗഡിനെതിരെ പ്രതിഷേധം. കർഷകരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. കങ്കണയ്ക്ക് ഷൂട്ടിംഗിന് ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കുമെന്ന് BJP നേതാക്കൾ. 5000 കർഷകർക്കും RLD നേതാവ് ജയന്ത് ചൌധരിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ്. 2 ദിവസങ്ങളിലായി അലിഗഡിൽ നടത്തിയ യോഗം. കോവിഡ് നിയമങ്ങൾ പാലിക്കാതെയെന്ന് പോലീസ്. സർക്കാർ നടപടി കാർഷിക നിയമങ്ങൾക്കെതിരെ നടന്നുവരുന്ന മഹാപഞ്ചായത്തിൽ പങ്കെടുത്തവർക്കെതിരെ. കേന്ദ്ര ബജറ്റിനെതിരെ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരം. ബജറ്റ് പൂർണ്ണമായും സമ്പന്നർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലെന്ന് വിമർശനം. ബജറ്റിലുള്ളത് 73% സമ്പന്നരായ വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങൾ. പാവപ്പെട്ടവരെ തഴഞ്ഞെന്നും P. ചിദംബരം. അസമിലെ ദിബ്രുഗഡ് സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്ത് ഗവർണർ. നടപടി സർവകലാശാലയിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന്. ഡൽഹി മുഗൾ ഗാർഡൻ മറ്റന്നാൾ മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. സന്ദർശകർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. പ്രവേശനത്തിന് അനുമതി മാർച്ച് 21 വരെ. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 10,79,00,000 പിന്നിട്ടു. മരണസംഖ്യ 23,67,000 കടന്നു. 8 കോടിയിലധികം പേർക്ക് രോഗമുക്തി. കോങ്കോയിൽ എബോള പടരുന്നതായി റിപ്പോർട്ട്. കിവു പ്രവിശ്യയിൽ രോഗം സ്ഥിരീകരിച്ച 60കാരി മരിച്ചു.
അതീവ ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന. ബ്രിട്ടനിൽ 40% ജനങ്ങൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് പഠനം. പ്രതിസന്ധിയുടെ പ്രധാന കാരണം കോവിഡ് വ്യാപനമാണെന്നും പഠനം നടത്തിയത് ബ്രിട്ടനിലെ ഫിനാൻഷ്യൽ ലൈവ്സ്. ഇന്ത്യയിൽ നിന്നുള്ള ആസ്ട്രാസെനേക്കയുടെ ആദ്യഘട്ട വാക്സിൻ ഡോസുകൾ മൊറോക്കോയിലെത്തി. 4 മില്യൺ വാക്സിൻ ഡോസാണ് ഇന്ത്യയിൽ നിന്ന് എത്തിക്കുന്നത്. രാജ്യത്ത് കുത്തിവയ്പ്പിനായി എത്തുന്ന രണ്ടാമത്തെ വാക്സിനാണ് ഇത്. മ്യാൻമറിൽ സൈനിക അട്ടിമറിക്കെതിരെ പരമ്പരാഗത രീതിയിൽ സമരം നടത്തി ഒരു കൂട്ടം സംഗീതജ്ഞർ. തെരുവിൽ സംഗീത ഉപകരണങ്ങളുമായി പാട്ടുപാടിയുള്ള സമരം ശ്രദ്ധേയമായി. ഡ്രസ് കോഡിൽ മാറ്റം വരുത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. നടപടി ടൈ ധരിച്ചില്ലെന്ന കാരണത്താൽ മയോമി പാർട്ടി നേതാവ് റാവരി വെറ്റിറ്റിയെ പുറത്താക്കിയതിന് പിന്നാലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ റാവരി വെറ്റിറ്റിക്ക് അനുമതി. UK-യിൽ കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന വൈറസ് ലോകത്തെ തുടച്ചു നീക്കുമെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ വിദഗ്ധർ. കുറഞ്ഞത് 10 വർഷമെങ്കിലും കോവിഡിനെതിരെ പോരാടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ടോക്കിയോ ഒളിമ്പിക് സംഘാടക സമിതി പ്രസിഡന്റ് യോഷിറോ മോറി രാജിക്കൊരുങ്ങുന്നു. നീക്കം സംഘാടക സമിതിയിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന വിമർശനത്തിന് പിന്നാലെ ജപ്പാനിലെ മുൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക്സ് വില്ലേജ് മേയറുമായ സബൂറോ കവബൂച്ചി മോറിക്ക് പകരക്കാരനായേക്കും. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനായി ചൈനയുടെ സിനോഫാം വാക്സിൻ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ച് ബൊളീവിയ. ആദ്യഘട്ടത്തിൽ 50,000 വാക്സിൻ ഡോസുകൾ രാജ്യത്തെത്തും. ഫെബ്രുവരി അവസാനത്തോടെ കുത്തിവയ്പ് തുടങ്ങുമെന്ന് ബൊളീവിയൻ ആരോഗ്യ മന്ത്രാലയം. പുതിയ മിസൈൽ വിക്ഷേപണത്തിനൊരുങ്ങി പാകിസ്ഥാൻ. പുതിയ മിസൈലിന് കരയിലും കടലിലും കൃത്യത പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ. പാകിസ്ഥാനിൽ ഒരാഴ്ചയ്ക്കിടെ വിക്ഷേപണത്തിനൊരുങ്ങുന്നത് 3ാമത്തെ മിസൈൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ വ്യക്തിക്ക് ഇന്ന് ജന്മദിനം. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സിസ്റ്റർ ആൻഡ്രേക്ക് ഇന്ന് 117ാം ജന്മദിനം. സിസ്റ്റർ ആൻഡ്രേ കഴിഞ്ഞ മാസം കോവിഡിനെ അതിജീവിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ സംയമനം പാലിക്കണമെന്ന് ഇറാനോട് റഷ്യ. നീക്കം ടെഹ്റാൻ ആണവ കരാർ പ്രകാരമുള്ള പരിധി ലംഘിച്ച് ഇറാൻ യുറേനിയം ഉത്പാദനം ആരംഭിച്ചതോടെ. ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ജനസംഖ്യയുടെ 80% പേർക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ മലേഷ്യൻ സർക്കാർ. രാജ്യത്തുള്ള അഭയാർത്ഥികൾക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദേശികൾക്കും കോവിഡ് വാക്സിനേഷൻ ഉറപ്പുവരുത്തുമെന്നും മലേഷ്യൻ സർക്കാർ. പാകിസ്ഥാനിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് 27,000-ലധികം ആരോഗ്യ പ്രവർത്തകർ. രാജ്യത്ത് വിതരണം ചെയ്യുന്നത് ചൈനയുടെ സിനോഫാം വാക്സിൻ. കുത്തിവയ്പ് ആരംഭിച്ചത് ഈ മാസം 2-ന്. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും അമിതവണ്ണത്തെ തുടർന്നുള്ള മരണങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി BMC ജേണൽ. പുകവലിയെ തുടർന്നുള്ള മരണങ്ങളിൽ കുറവെന്നും റിപ്പോർട്ട്. 2 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തി UAE മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ അൻവർ ഗർഗാഷ് UAE പ്രസിഡന്റിന്റെ പുതിയ നയതന്ത്ര ഉപദേശകൻ. സ്പോർട്സ് ന്യൂസ്. PSG സൂപ്പർ താരം നെയ്മറുടെ പരുക്കിൽ ആശങ്ക പ്രകടിപ്പിച്ച ടീം മാനേജ്മെന്റ്. താരം ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമോ എന്ന് ഉറപ്പില്ലെന്നും ടീം മാനേജ്മെന്റ്. നെയ്മറുടെ പരുക്കേറ്റത് ഫ്രഞ്ച് ലീഗിൽ കൈൻ FCക്കെതിരെയുള്ള മത്സരത്തിൽ. സ്പാനിഷ് കോപ്പ ഡെൽ റേ സെമി മത്സരത്തിൽ കരുത്തരായ ബാഴ്സലോണയെ അട്ടിമറിച്ച് സെവിയ. ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ വീനസ് വില്യംസ് പുറത്ത്. വീനസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത് ഇറ്റാലിയൻ താരം സാര ഇറാനി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് 3ാം റൗണ്ടിൽ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് അമേരിക്കൻ താരം ഫ്രാൻസിസ് ടിഫോയെ. ലോക 3ാം സീഡ് ഡൊമിനിക് തീമും 3ാം റൗണ്ടിൽ. ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഭേദപ്പെട്ട നിലയിൽ. 1ാം ദിനം കളി അവസാനിച്ചപ്പോൾ വിൻഡീസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് എന്ന നിലയിൽ. ട്രുമാ ബോണറിന് അർദ്ധ സെഞ്ചുറി. FA കപ്പിൽ 5ാം റൗണ്ടിൽ ഇന്ന് ചെൽസി ബാൻസ്ലി FC പോരാട്ടം. ലീഗിലെ മറ്റൊരു മത്സരത്തിൽ വോൾസ് FC സതാംപ്ടണുമായി ഏറ്റുമുട്ടും. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ആൾക്കായി തെരച്ചിൽ. ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതിനിടെ കാണാതായത് വിഴിഞ്ഞം സ്വദേശിയെ ഷാഹുൽ ഹമീദിനെ. അപകടമുണ്ടായത് വള്ളത്തിൽ കപ്പൽ തട്ടി. തിരുവനന്തപുരം മേയർക്കെതിരെ BJP. മേയർക്ക് കോർപ്പറേഷൻ ഭരണം കുട്ടിക്കളിയെന്ന് വിമർശനം. BJPയുടെ ആരോപണം വികസന സെമിനാറിൽ മേയർ ആര്യ രാജേന്ദ്രൻ പങ്കെടുക്കാതിരുന്നതിന് പിന്നാലെ. വികസന സെമിനാറിൽ പങ്കെടുക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തെന്നും BJP. കൊല്ലം ചാത്തന്നൂരിൽ 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവ് അറസ്റ്റിൽ. പിതാവും കുട്ടിയുടെ സഹോദരന്റെ സുഹൃത്തും പീഡിപ്പിച്ചെന്ന് പോലീസ്. പീഡന വിവരം പുറത്തായത് കൌൺസിലിംഗിനിടെ.
കഴിഞ്ഞ വർഷം നവംബർ മുതൽ പിതാവ് പീഡിപ്പിച്ചുവെന്ന് കുട്ടിയുടെ മൊഴി. കൊല്ലത്ത് നിലമേൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മുരുക്കുമൺ ഏലയിലെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. നിലമേൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി നടത്തിയത്. ആലപ്പുഴ ജില്ലയിൽ 342 പേർക്ക് കൂടി കോവിഡ്, 335 പേർക്ക് രോഗബാധ. സമ്പർക്കത്തിലൂടെ 2 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തം. ആലപ്പുഴ ബൈപ്പാസിലെ എലിവേറ്റഡ് ഹൈവേയിൽ വാഹനം നിർത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കി പോലീസ്. നടപടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കും അപകടവും പതിവായതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. ആലപ്പുഴ കറ്റാനത്ത് ബാങ്ക് ജീവനക്കാരിയുടെ മാല പൊട്ടിച്ച് കടക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മണിക്കുട്ടൻ. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കോട്ടയം ജില്ലയിൽ 383 പേർക്ക് കൂടി കോവിഡ്, 379 പേർക്കും സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധിച്ചത്. 502 പേർ രോഗമുക്തരായി. കോട്ടയം പാറത്തോട് വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. വീട്ടമ്മ ചെറുത്തതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി ജില്ലയിൽ 196 പേർക്ക് കൂടി കോവിഡ്, 481 പേർക്ക് രോഗമുക്തി. 6 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ഇടുക്കി നെടുങ്കണ്ടം കമ്പംമേട്ടിലെ കള്ളനോട്ട് കേസിന് പിന്നിൽ വൻ മാഫിയ സംഘമെന്ന് പോലീസ്. സംഘത്തിന്റെ പ്രവർത്തനം സേലം, ചെന്നൈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്. കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധം പുലർത്തിയവർ പോലീസ് നിരീക്ഷണത്തിൽ. ആദിവാസി യുവതിക്ക് ആശുപത്രിയിലെത്താൻ വാഹനം ലഭിച്ചില്ലെന്ന് പരാതിയിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മാർച്ച് 9-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. കേസ് മാർച്ച് 19-ന് പരിഗണിക്കും. സിറോ മലബാർ സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആന്റണി പടിയറയുടെ ജന്മശതാബ്ദി അനുസ്മരണം നടന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് മാടവന മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റോഡ് സുരക്ഷാ ബോധവത്കരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി നടത്തിയത് കൊച്ചി നേവൽ ബേസിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും തിരിച്ചും. റാലി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഫ് നേവൽ എയർമെയിൻ ട്രെയിനിംഗ് സ്കൂളും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ ആലുവ റീജിയണൽ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക്. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പങ്കെടുത്ത ചടങ്ങിൽ അൻവർ സാദത്ത് MLA പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഗോകുലം ചിറ്റ്സിന്റെ ശാഖയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ചടങ്ങിൽ അൻവർ സാദത്ത് MLA ആലുവ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള സന്നദ്ധത ഗോകുലം ഗോപാലൻ പങ്കുവച്ചു. വിധവകളായ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് അമ്മക്കിളിക്കൂട്. തൃശൂർ ജില്ലയിൽ 375 പേർക്ക് കൂടി കോവിഡ്, 372 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 373 പേർക്ക് രോഗമുക്തി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർഡ് തലത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. സുവോളജിക്കൽ പാർക്കിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ഈ മാസം 13-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. പാലക്കാട് അട്ടപ്പാടിയിലെ സാന്ത്വന സ്പർശം അദാലത്തിൽ 29 പേർക്ക് സഹായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചത് 4,63,000 രൂപ. അപേക്ഷകളിൽ ഭൂരിഭാഗവും ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ യൂത്ത് ലീഗിന്റെ ഫേസ് ടു ഫേസ് ക്യാമ്പയിൻ. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി തങ്ങൾ. സഡക് സുരക്ഷ ജീവൻ രക്ഷ ക്യാമ്പയിൻ തുടരുന്നു. മലപ്പുറത്ത് റോഡ് ആൻഡ് സേഫ്റ്റി കാരവൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ആൻഡ് സേഫ്റ്റി കാരവന്റെ ക്യാമ്പയിൻ യാത്ര ഈ മാസം 18-ന് നിലമ്പൂരിൽ അവസാനിക്കും. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥലം MLA PK അബ്ദുറബ് അധ്യക്ഷനായി. UDF-ന് മുന്നിൽ ആവശ്യങ്ങളുമായി കേരള മദ്യനിരോധന സമിതി. പ്രകടന പത്രികയിൽ UDF മദ്യനിരോധനം ഉറപ്പു നൽകണമെന്ന ആവശ്യം. അനുകൂല പ്രതികരണമില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. വയനാട് ജില്ലയിൽ ഇന്ന് 180 പേർക്ക് കൂടി കോവിഡ്, 175 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 308 പേർക്ക് രോഗമുക്തി. വയനാട് ജില്ലയിലെ കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റ് കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ ആദ്യത്തെ കസ്റ്റംസ് ഓഫീസാണിത്. കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അനധികൃത നിയമനങ്ങൾക്കെതിരെ വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പുൽപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വയനാട് പനമരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് പനമരം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി. ആയിരക്കണക്കിന് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങളുടെ ഏക ആശ്രയമാണ് ഹെൽത്ത് സെന്റർ. എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ സൗഹൃദ വാഹന പരിശോധന നടന്നത് RTO N തങ്കരാജന്റെ നേതൃത്വത്തിൽ. നടപടി ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി.
കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള അനുബന്ധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ മട്ടന്നൂരിൽ സ്പെഷ്യൽ തഹസിൽദാറിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുക വിമാനത്താവളത്തിലേക്ക് നിർമ്മിക്കുന്ന 6 റോഡുകളിൽ 3 എണ്ണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ 102 പേർക്ക് കൂടി കോവിഡ്. ചികിത്സയിലുണ്ടായിരുന്ന 51 പേർ രോഗമുക്തരായി. കാസർഗോഡ് ജില്ലയിലെ കർഷകർക്കും കർഷക സംഘങ്ങൾക്കും കൃഷി ഉദ്യോഗസ്ഥർക്കുമുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷകരെ ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് ജില്ലാ സോഫ്റ്റ്ബോൾ ടീമുകളുടെ പരിശീലനം, ടീം തെരഞ്ഞെടുപ്പ് എന്നിവ പൈവെള്ളികെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. സംസ്ഥാന സോഫ്റ്റ്ബോൾ ടൂർണമെന്റിന്റെ നോർത്ത് സോൺ മത്സരങ്ങൾ ഈ മാസം 13, 14 തീയതികളിൽ കോഴിക്കോട് JDT ഗ്രൗണ്ടിൽ നടക്കും. 100 ന്യൂസിൽ ഇനിയൊരു ഇടവേള. ന്യൂസ് തുടർന്ന് എന്റർടൈൻമെന്റ് ന്യൂസ്. ജീത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 2 ആദ്യ ഗാനം പുറത്തുവിട്ടത് സൈന മ്യൂസിക്. ചിത്രം റിലീസ് ചെയ്യുക ഈ മാസം 19 ആമസോൺ പ്രൈമിലൂടെ. ഇന്ദ്രജിത് സുകുമാരൻ നായകനാകുന്ന വടംവലി പ്രധാന പ്രമേയമായ ആഹ എന്ന ചിത്രത്തിലെ തണ്ടൊടിഞ്ഞ താമരയിൽ എന്ന പ്രണയഗാനം പുറത്തിറങ്ങി. സൈനോര ഫിലിപ്പ് രചനയും സംവിധാനവും നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് യേശുദാസും സൈനോരയും ചേർന്നു. ഫാക്ട് ചെക്ക്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് നടൻ നസറുദ്ദീൻ ഷായുടെ പേരിൽ പ്രചരിക്കുന്ന ട്വീറ്റുകൾ വ്യാജമെന്ന് കുടുംബം. താരത്തിന് ട്വിറ്റർ അക്കൗണ്ട് ഇല്ലെന്ന് വെളിപ്പെടുത്തൽ. പരാതി നൽകി കുടുംബം. മൊബൈൽ ടവർ സ്ഥാപിക്കാൻ ടെലികോം അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചതായി വ്യാജ വാർത്ത. NOC ലഭിക്കാനായി 12,500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് നൽകണമെന്നും പ്രചാരണം. വാർത്ത വ്യാജമെന്ന് ടെലികോം അതോറിറ്റി. പട്ടാള അട്ടിമറിക്കെതിരെ പ്രതിഷേധിക്കുന്ന മ്യാൻമർ ജനതയെ പിന്തുണച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പരമ്പരാഗത മണി മുഴക്കിയെന്ന് വ്യാജ പ്രചാരണം. ഇനിയിപ്പോൾ കിട്ടിയത്. KPCC മുൻ സെക്രട്ടറി MR രാംദാസിനെ കോൺഗ്രസ് തിരിച്ചെടുത്തു. നടപടി പാർട്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ റിബലായി മത്സരിക്കുമെന്ന രാംദാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അയ്യന്തോൾ ഫ്ളാറ്റ് കൊലപാതക കേസിൽ രാംദാസിനെ കോടതി വെറുതെ വിട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ 3297 പേർക്ക് കൂടി കോവിഡ്. 25 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 51,415 24 മണിക്കൂറിടെ 6,107 പേർക്ക് രോഗമുക്തി. ഇന്ത്യയിൽ നിന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലീറ്റുകൾക്ക് അടുത്ത മാസം അവസാനത്തോടെ കോവിഡ് വാക്സിനേഷൻ നൽകും. നടപടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ. കോയമ്പത്തൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 2,85,00,000 രൂപയുടെ സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തി 5 പേർ അറസ്റ്റിൽ. #1 News Channel 24.